ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യക്കാരെ സ്കാം ചെയ്യണ പരിപാടിയാണ് നടക്കുന്നത്. സ്കാമിങ് പല ഡേറ്റിംഗ് ആപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ ആപ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഫേക്ക് ഐ ഡിയിൽ മലയാളികൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ട്രേഡിങ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൈസ തട്ടണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിത് അറിഞ്ഞന്ന് തന്നെ നമുക്കിപ്പോൾ നമ്മളിത് വന്നിട്ട് ഒരു മാസമായിട്ടില്ല. ഇത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളവരെ അറിയിച്ചതാണ്. പക്ഷേ ഇത് മുമ്പ് അറിയിച്ച ആൾക്കാരാ ഇവരെന്താ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒരു ഏക്കർ കണക്കിന് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ വിവരമാണ്. വന്നിട്ടൊരു മാസമല്ലേ ആയിട്ടുള്ളൂ. ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഓരോ സാധനം ഇപ്പോൾ വെള്ളമടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് ചാടിയതാണെന്ന് ഇവർ വരുത്തി തീർക്കും. അതാണ് ഇവിടുത്തെ സംഭവം. എടുത്തിട്ടുണ്ടാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. പിന്നെ എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും പേരും അഡ്രസ്സും പുറത്തറിഞ്ഞാൽ അവിടെ ഫുള്ള് ഇവിടെ ഒക്കെ പൈസൻ്റെ കീഴിലാണ് നടക്കുന്നത്. ഒക്കെ പൈസ, ഫുൾ പൈസ സെറ്റിൽമെൻറ്റ് എന്നാണ് പറയല്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വോയിസ് അയക്കുക, എന്തെങ്കിലും നാട്ടിൽ നമ്മളൊരു വീഡിയോ വന്നാൽ നാട്ടിലാണ് ഇതിൻ്റെ ഏജൻറ്റുമാർ ഒരു വിധമൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്താ അവസ്ഥ വെച്ചാൽ ഇതുവരെ ഇപ്പോൾ ഇങ്ങോട്ടിപ്പോൾ എംബസിക്കാർ വന്നാണ് മാത്രം ഇപ്പോൾ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൈസ കെട്ടിവെച്ചാണ്ട് ഇറങ്ങണം. പൈസ എന്ന് പറഞ്ഞാൽ ഓല് പറയണ പൈസ കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ 6 അക്കം 7 അക്കം വരെ ആവാം. അങ്ങനത്തെ അവസ്ഥയാണ്. ഒരു വഴിയില്ല വേറെ. നിങ്ങൾ എന്തെങ്കിലും വേണ്ടപ്പെട്ടത് നടപടികൾ നമ്മുടെ നാട്ടിൽ ഇതാക്കി ചെയ്തു തരണം. പിന്നെ ഒരിക്കലും നമ്മളെ പേരും അഡ്രസ്സും പുറത്ത് വിടരുത് കേട്ടോ. നമ്മൾ നാട്ടിലെത്തിയിട്ട് വേണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചെയ്തോളാം. നമ്മൾ എത്തിക്കണമെന്നോ ന്യൂസിൻ്റെ മുമ്പിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ എന്തും നമ്മൾ ചെയ്തോളാം. നിലവിൽ നമ്മൾ ഇവിടെ നിന്ന് എത്തോളം നമ്മളൊരു അഡ്രസ്സും ഡീറ്റെയിൽസും പുറത്തുവിടുക, അതായത് നമ്മളെ ജീവൻ തന്നെ ഭീഷണിയാണ്. ഇനി ഒരു പക്ഷേ വോയിസ് അയക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഷമീർക്ക, അസ്സലാമു അലൈക്കും. പിന്നെ ഇവിടെ ആകെ പ്രശ്നമാണ് കേട്ടോ. ടോട്ടല് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഇതന്നെ ഞാൻ വോയിസ് ഇടുന്നുണ്ട്. ആരും കാണാതെ ഒരാളെ ഫോണിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങളെ നമ്പർ തേടി പിടിച്ചുകൊണ്ട് മെസ്സേജ് വിടുകയാണ്. ഇനി അടുത്ത മെസ്സേജ് വിടാൻ നമ്മൾ ഉണ്ടാവും തന്നെ അറിയില്ല. പിന്നെ ഇതെന്താ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞാൽ വെച്ചാൽ ഇതെങ്ങാനും ലീക്കായി പോയി നമ്മളെ പേരും അഡ്രസ്സും പുറത്ത് വന്നാൽ പിന്നെ പോലെ നമ്മളെ വെക്കൂല. അങ്ങനത്തെ സീനാണ്. നമ്മൾ കാണലുണ്ട് ഇവിടുത്തെ കമ്പനി ചൈനക്കാരാണ് ഇവർ, ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് അവരെ പറയൽ തന്നെ. നമ്മളിങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. എന്താ ചെയ്യുക? ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും. നിങ്ങൾ ഇൻകാസ് വഴി എന്താ എം പിമാരോട് സംസാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല. ഒരു മുടി വെട്ടാനോ ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങാനോ ഒന്നിനൊരു വഴിയില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഇവിടെ കുറേ മലയാളികളുണ്ട് കുടുങ്ങിക്കിടക്കണം. ഒന്നും ഇവർ ഭരണത്തിൽ അടിമാന്നൊക്കെ പറയില്ലേ പഴയ അതേ ഒരു അവസ്ഥയിലാണുള്ളത് നിലവിൽ. വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നത്തിൽ, ആരും പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇടപെട്ടാണ്ട് എത്രയും പെട്ടെന്നൊന്ന്. ഹലോ, ഞാൻ തഫ്സീലിൻ്റെ പെങ്ങളാണ്. അവനിപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ടൊരു മാസം കഴിഞ്ഞ്. പോയി 2-3 ദിവസം കൊണ്ട് തന്നെ പണിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, വർക്കൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്ക് പോകാൻ പറഞ്ഞു. ഇവിടെ എന്തൊക്കെയോ വേറെ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് തോന്നണത്. നമ്മളത്തെ കാര്യത്തിലാക്കിയില്ല ആദ്യം. പിന്നെ എന്നും വിളിക്കുമ്പോൾ തന്നെ പറയല് ഇവിടെ കുടുങ്ങിയതാണ്, ഇവിടെ നമ്മളെ പെടുത്തിയതാണ് ഇവർ, പിന്നെ അവരങ്ങോട്ട് ആരോ വിറ്റതാണ് എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും നല്ല ബേജാറായി നമ്മൾ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വിളിയില്ല. കൊണ്ടുപോയ ഏജൻറ്റ് അവിടെ വിറ്റതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ എനിക്ക് വിളിയില്ല, മെസ്സേജില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് പറയാനും ആരുമില്ല, ഞങ്ങൾക്ക് വാപ്പയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിച്ചിലാക്കി തരണം.